നമസ്കാരം. നമ്മളുടെ ശവൻകുട്ടി അണ്ണൻ പുതിയ പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ തലതൊട്ടപ്പൻ, അതായത് ഇപ്പോഴത്തെ തലതൊട്ടപ്പനായ ശ്രീമോൻ MA ബേബി, അദ്ദേഹം ഗൃഹ സന്ദർശനത്തിനിടെ ഒരു വീട്ടിലെ പാത്രം കഴുകുകയുണ്ടായി. പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആ വീട് ആരുടെയാണ് എന്ന് മനസ്സിലാകും. എവിടേക്കാണ് പ്രീണനവും കൊണ്ട് ചെല്ലുന്നത് എന്ന് കൂടെ നിൽക്കുന്ന വ്യക്തിയെ നോക്കിയാൽ മനസ്സിലാകും. അതെന്തേലും ആകട്ടെ, ഇവർ പ്രീണിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കും. അത്രേ ഉള്ളൂ കേസ്. അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ MA ബേബി സഖാവ് പാത്രം കഴുകുന്നു. അതും അവരുടെ അടുക്കളയിൽ ചെന്ന് അയാൾ കഴിച്ച പാത്രമാണോ അതോ മറ്റുള്ളവർ കഴിച്ച പാത്രമാണോ എന്ന് നമ്മൾ കണ്ടില്ല. പാത്രം കഴുകുന്നു. ഓക്കെ, ആയിക്കോട്ടെ, സേവന മനസ്ഥിതിയാണ്, സമ്മതിച്ചു, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അതിന്റെ വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമത്തിൽ ഇട്ടുകൊണ്ട് വേണ്ടായിരുന്നു ഈ പ്രവൃത്തി. അതുകൊണ്ടല്ലേ ബേബി സഖാവെ ഇത് ജനങ്ങൾ അറിഞ്ഞതും ജനങ്ങൾ ട്രോളുന്നതും. ഈ ട്രോളിനെ പരിഹസിച്ചുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. അതായത് ഒരു പാത്രം കഴുകുന്നതിൽ എന്ത് നാണിക്കാനാണ്? ഞങ്ങൾ പാത്രം കഴുകും, ബാത്റൂം കഴുകും, കക്കൂസ് കഴുകും, ആരുടെയും ചന്തയും കഴുകും. വോട്ടിന് വേണ്ടി. വോട്ട് കഴിഞ്ഞാൽ ഈ നാറുകളെ ഒന്നും ഞങ്ങൾ അടുപ്പിക്കത്തില്ല. അത് മറ്റൊരു കാര്യം. ഇതാണ് ഇവരുടെ ആക്ച്വൽ സ്വഭാവം. വോട്ട് വരുമ്പോൾ നമ്മളുടെ കാല് നക്കും, നമ്മളുടെ താങ്ങി നടക്കും. വോട്ട് കഴിഞ്ഞാൽ നമ്മളെ കാല് ചുരുട്ടി അടിച്ച് പുറത്താക്കും. കടക്ക് പുറത്ത് എന്ന് പറയും. അപ്പം നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ബാക്കി കാര്യം ഒന്ന് കേട്ടിട്ട് പോകല്ലേ. ബേബി സഖാവ് ഇങ്ങനെ പാത്രം കഴുകിയതിന് പല കോണുകളിൽ നിന്നും പരിഹാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പരിഹസിക്കുന്നവരുടെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി. സംസ്കാരം എന്ന് പറയുമ്പോൾ നാക്കുൾക്കാതെ സൂക്ഷിക്കുക. അദ്ദേഹം പറയുന്നത് ഇതൊരു പുതിയ കാര്യമല്ല. ന്യൂഡൽഹിയിലെ AKG സെന്ററിലാണെങ്കിലും തിരുവനന്തപുരത്തെ AKG സെന്ററിലാണെങ്കിലും ഞങ്ങളൊക്കെ പാത്രം കഴുകാറുണ്ട് എന്നാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്ന് അവിടുത്തെ പണിക്കാർ ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കും. അവരോട് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് ഇനി പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ സ്വയം കഴുകി വെക്കുകയല്ലേ എന്ന് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും എൻ്റെ സഖാവേ. പാത്രം കഴുകി വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണെന്നും അദ്ദേഹം എവിടെയാണെങ്കിലും പാത്രം കഴുകി വെക്കാറുണ്ടെന്നും ഇനി പാത്രം മാത്രമല്ല വോട്ടിന് വേണ്ടി ആരുടെയും കോണകം പോലും കഴുകി വെക്കാറുണ്ടെന്നും ഞങ്ങൾക്കറിയാം എന്നാണ് ശവൻകുട്ടി സഖാവ് പറയുന്നത്. എന്തിനാ സഖാവെ ഇങ്ങനെ നാറ്റിക്കുന്നത്? ഇതൊക്കെ പബ്ലിക്കലി പറയേണ്ട കാര്യമാണോ? അത് ആ ഫോട്ടോ വന്നു, ട്രോളി, സംഭവം കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ സഖാവിനെ വീണ്ടും അതായത് ബേബി സഖാവിനെ വീണ്ടും ട്രോളാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർത്താൽ പോലെ. എൻ്റെ ശവൻകുട്ടി എന്ന പൊട്ടക്കണനാണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.